ഹായ് ഓൾ, നമുക്ക് ഇന്നൊരു ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഇടിച്ചക്ക വെച്ചിട്ടാണ് നമ്മൾ ഒരു വിഭവം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇടിച്ചക്ക കൊണ്ട് ഇടിച്ചക്ക പരിപ്പ് കറി, ഇതാണ് ഈ നമ്മുടെ വിഭവത്തിൻ്റെ പേര്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഏട്ടൻ വീട്ടിലുണ്ട്. അപ്പോൾ ഏട്ടനാണ് ഈ ഒരു വിഭവം നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കുന്ന വിധത്തിലേക്ക് പോവാം. ഹായ്. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഒരു കപ്പ് പരിപ്പാണ്. ആ പരിപ്പ് നമ്മൾ നേരെ കഴുകി വൃത്തിയാക്കി പരിപ്പാണ്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ പരിപ്പ് നമ്മൾ നേരെ കുറച്ച് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിട്ടിട്ട് നമുക്ക് ആദ്യം വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ പരിപ്പ് അടപ്പത്ത് വെച്ചു. ഇനി നമുക്ക് വേണ്ടതേ ചക്ക ഒന്ന് മുറിച്ചെടുക്കാം. ഈ ചക്ക നമുക്ക് ഇത്രയും ആവശ്യമില്ല, ഇടിച്ചക്കൻ്റെ പകുതി ആവശ്യമുള്ളൂ. നമ്മൾ അത്ര ആൾക്കാരല്ലേ ഉള്ളൂ വീട്ടിലിപ്പോൾ. മൊത്തം ആരോമലും ഞാനും പിന്നെ ജിജി, ഞങ്ങൾ 3 ആളെ ഭക്ഷണം കഴിക്കാനുള്ള ആൾക്കാരേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു ചക്കയുടെ പകുതി മതിയാവും. അപ്പം നമുക്ക് ഈ ചക്കയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ മുള്ളൊക്കെ ഒന്ന് തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിന് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചിട്ട് വീണ്ടും ഒന്ന് വേവിക്കാൻ വെക്കണം. അപ്പോൾ നമ്മൾ മുള്ളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് ചക്ക. അപ്പോൾ നമ്മളിത് ഈ വലിപ്പത്തിൽ ഏതൊക്കെ നമ്മൾ സാമ്പാർ കഷ്ണമൊക്കെ മുറിക്കുന്ന പോലെ തന്നെ ചെറിയൊരു കഷ്ണമാക്കി എടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് 2 വിസിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഏകദേശം ഈ വലിപ്പത്തിൽ നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്താൽ മതി. അപ്പോൾ ഓക്കെ, നമ്മുടെ നാട്ടിൽ ഞാൻ മലപ്പുറത്തും ആള് പാലക്കാടുമാണ് കേട്ടോ. പക്ഷെ നമ്മൾ മലപ്പുറക്കാർ നമ്മൾ ഈ പരിപ്പ് ഇടിച്ചൊക്കെ ഇങ്ങനെ കറി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, പല നാട്ടിലും അങ്ങനെ ഉണ്ടാക്കുന്ന വഴിയില്ല. പാലക്കാട് വിഭവമാണിത്. നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വെച്ചത്, നമ്മൾ ഇടിച്ചക്ക പുഴുങ്ങി അത് ഉടച്ച് വറവാക്കും, അതുപോലെ ഇടിച്ചക്ക തോരൻ വയ്ക്കും ചെറുതായിട്ട് അരിഞ്ഞിട്ട്. പക്ഷെ ഈ ഒരു വിഭവം നമുക്ക് അത്ര പരിചയമില്ല. അപ്പൊ നമുക്ക് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ നമുക്കത് തയ്യാറാക്കട്ടെ. അങ്ങനെയല്ല, ഞാൻ വിഭവം കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാനിത് കഴിക്കാൻ പോകുന്നത്. എന്തായാലും എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. അല്ല, നമ്മളെ മലപ്പുറത്ത് അത്ര ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മലപ്പുറം എപ്പോഴും എല്ലാ കാര്യത്തിലും കുറച്ച് മുന്നിലാണല്ലോ. പാലക്കാടുകാരാണ് ഇത് ഉണ്ടാക്കുന്നത്. നോക്കട്ടെ, നമുക്ക് എന്തായാലും കഴിച്ച് പറയാം. നോക്കാം. അപ്പൊ നമ്മളെ ഇടിച്ചക്ക എല്ലാം അരിഞ്ഞ് കഴുകി പാകാക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ പരിപ്പ് വെച്ചിട്ടുണ്ട്. പരിപ്പ് നമ്മൾ വേവിച്ച് വേറെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ പരിപ്പ് വേവിച്ചിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി 2 വിസിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റെഡി ആയിട്ടുള്ള ഇടിച്ചക്ക ഉണ്ടല്ലോ, അത് ഇതിൽ പരിപ്പ് വേവിച്ചു അല്ലേ? പരിപ്പ് വേവിച്ചു അത് ഇതിലേക്ക് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ കുക്കറിലേക്ക് തന്നെ അതിൽ തന്നെ നമ്മൾ ഈ ഇടിച്ചൊക്കെ നമ്മളെടുത്ത് മാറ്റി, എന്നിട്ട് അതിന് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ നമുക്ക് ചക്ക വേവിക്കാൻ വെക്കാം. കുറച്ച് ഉപ്പിട്ടിട്ട് കുക്കറിൽ അടച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോൾ വെന്തിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇടിച്ചക്ക അടുപ്പത്ത് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കണം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ വേണം. ഓക്കെ, അപ്പം നമ്മുടെ ഇടിച്ചക്ക പരിപ്പ് കറിയിലേക്ക് ആവശ്യമായ തേങ്ങ അത് ചിരകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏട്ടനവിടെ കറിക്കുള്ള അരപ്പൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചക്ക ധാരാളം ഉണ്ട്. പിന്നെ അപ്പം അത് നിറയെ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ അരപ്പിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങയുണ്ട്. തേങ്ങ നമ്മൾ ആദ്യം തന്നെ അരച്ചെടുത്ത്, പിന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ സ്പൂൺ ജീരകം, ചെറിയ ജീരകം കേട്ടോ, നല്ല ജീരകം എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇത് മതി. ഇത്രയും വെച്ചിട്ട് നമുക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കാം. മിക്സിയിൽ നന്നായിട്ടൊന്ന് കുഴമ്പ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക 2 വിസിലടിച്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇതിനൊന്ന് ഉടച്ചു കൊടുക്കുക. ഇത് കുക്കറിൽ തന്നെ ചുറച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഒരു വലിയ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് പരിപ്പും കൂടി മിക്സ് ചെയ്ത് അടുപ്പത്തേക്ക് കയറ്റാം. അപ്പോൾ നമ്മളിതെല്ലാം
ഒരുവിധം ഉടച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ, അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ച പരിപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ അരപ്പിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ അടുപ്പത്ത് കയറ്റാം. ഒന്നുകൂടെ അടുപ്പത്ത് കയറ്റിട്ട് ആ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം. അപ്പം നമ്മുടെ അരപ്പ് നമ്മളിവിടെ തയ്യാറാക്കി നമ്മളിവിടെ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ട് കുറച്ച് മുമ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരപ്പ് നേരത്തെ അരച്ച് വെച്ച് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അരപ്പിൻ്റെ അവസാനം നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ആ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് കറക്കി എല്ലാം മിക്സ് ചെയ്ത് ചേർക്കും. അപ്പോൾ നമുക്കിത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഈ അരപ്പ്. ഉണ്ടല്ലേ? അതാ കറിവേപ്പില ജീരകമെല്ലാം വന്നല്ലോ. ഇനി പരിപ്പും അതുപോലെ തന്നെ ഈ ചക്കയും ഈ അരപ്പും എല്ലാം കൂടി മിക്സ് ആകുമ്പോൾ ഒരു ടേസ്റ്റും കൂടി വരും, ഒരു മണവും കൂടി വരും. അപ്പോൾ നമ്മുടെ കറിയിൽ അരപ്പൊക്കെ ചേർത്ത് അരപ്പെല്ലാം വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് കടുക് എടുത്തിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് കടുക് ഇട്ടു കേട്ടോ. കടുക് ഇട്ടിട്ട് അപ്പോൾ നമുക്ക് ഈ ആദ്യം കടുകിൻ്റെ കൂടെ തന്നെ പിന്നെ കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇടേണ്ടത് കുറച്ച് മറ്റൊന്നുകളുണ്ട്, പിന്നെ കറിവേപ്പിലുണ്ട്. കറിവേപ്പില വലിയ കളറൊന്നുമല്ല, നമ്മുടെ വീട്ടിലുണ്ടായതാണ്, അതുകൊണ്ടായിരിക്കും. വീട്ടിൽ ധാരാളം കറിവേപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഞങ്ങൾ വഴിയേ ഒരു വ്ളോഗായിട്ട് വരും. അതെ, അത് നമുക്കൊരു വ്ളോഗായിട്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. കടുക് പൊട്ടിക്കഴിഞ്ഞോ? കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കറി കാണാൻ നല്ല ചന്തമൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ചന്തമുണ്ട്. നമ്മളിനി വഴിയെ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കടുക് പൊട്ടിക്കാൻ ഭക്ഷണം ഇടാൻ പോട്ടോ. കറിവേപ്പിലും പച്ചമുളകും കൂടെ കൂടുമ്പോൾ ആ സ്മെല്ല് നന്നായിട്ട് വരുന്നത്. നമ്മുടെ കറിവേപ്പിലയും നിലത്തെല്ലാം ഒന്ന് മൂത്ത് വന്നാൽ ഒരു കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറി എടുത്തിട്ട് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ കഴിക്കുന്നത് ഈ ഒരു ഐറ്റം. സത്യമായിട്ട് ഞങ്ങളിവിടെ ഇത് വെക്കാറില്ല. ഞങ്ങൾ ഇടിച്ചക്ക തോരനായിട്ട് ഇതിൽ വെക്കാം. നല്ല ടേസ്റ്റാണ് ഇടിച്ചക്ക തോരൻ. പക്ഷെ ഈ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ട് കഴിക്കാം. ഇടിച്ചക്ക എങ്ങനെ വെച്ചാലും ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഓരോ വെറൈറ്റി ഓരോ നാട്ടിലുണ്ടാവുമല്ലോ. ഇങ്ങനെ ചെയ്യാറുണ്ടല്ലേ? ഇടിച്ചക്ക തോരൻ അവിടെ എല്ലാം അവിടെ ഉള്ളതല്ലേ, അവിടെ ഉണ്ട്. ശരി, അപ്പോൾ നമ്മളെ നമ്മുടെ വറവൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വറവിലേക്ക് നമ്മൾ കറി ചേർക്കണം കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോഴേ നമ്മുടെ ഇടിച്ചക്ക പരിപ്പ് കറി തയ്യാറായിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ? ഓക്കെ, എന്നാലും ഞാൻ കഴിച്ചു നോക്കാം. ഞാനാണത് ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ടെന്ന് എന്തായാലും പറയാം. എന്തായാലും ഞാൻ ചോറ് വരുത്തരാം. അത് വേണ്ട, ഞാൻ തന്നെ കഴിച്ചോളാം. ചോറിലൊഴിച്ച് ഞാൻ തന്നെ വരുത്തരാം. നോക്കട്ടെ കേട്ടോ ടേസ്റ്റ് എങ്ങനെയുണ്ട് നമുക്ക് എന്തായാലും. ഓക്കെ, ചൂടോടെ ആവി പറക്കുന്ന നമ്മളെ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഞാൻ കഴിച്ചു നോക്കാം. എനിക്ക് എന്തായാലും വാരി തരുന്നുണ്ട്, നോക്കട്ടെ. നല്ല ചൂടുന്നില്ലേ? നോക്കട്ടെ. പക്ഷെ ഇതിലേക്ക് എന്താ പറയാ, ഒരു പപ്പടവും ഒരു ഉണക്കമീനും കൂടെ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിരുന്നു തോന്നുന്നു കേട്ടോ. നോക്കട്ടെ, സൂപ്പർ ആയിരിക്കും. ഓക്കെ ഓക്കെ. അയ്യോ മീൻ വറുത്താണെങ്കിലും ഉണക്കമീനും പപ്പടം കൂടെ കൂടുമ്പോൾ ഇത്രയും കൂടി ടേസ്റ്റ് ഉണ്ടാവും. കൊള്ളാം കേട്ടോ. അപ്പൊ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. അപ്പൊ ഉണ്ടാക്കിയിട്ട് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഓക്കെ, ബൈ ഓൾ.